ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്തായ ശുദ്ധജ്ഞാനേകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിൽ പലരും വിളിക്കുന്നുണ്ട് എന്നെ. നിങ്ങളിൽ പലരും യോഗീശ്വരലിംഗ സന്നിധിയിലേക്ക് അന്വേഷിച്ചു വരുന്നതായും ഞാൻ അറിഞ്ഞു. ഗുരുജി ഇവിടെ തന്നെ ഉണ്ട്. ഒരു 10-40 ദിവസമായിട്ട് യൂട്യൂബ് വീഡിയോസിലും വാട്സപ്പിൽ ഓൺലൈനിലും ഒന്നും എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നറിയാം. അറിഞ്ഞാക്ക് ഇനി തേടാനൊന്നുമില്ല. എന്നാൽ നിങ്ങളിൽ പലർക്കും അന്വേഷികൾക്കും ഒരു ഹ്യൂജ് ഓഫ് എനർജിയാണ് ഓരോ ദീക്ഷ പ്രോസസ്സിലൂടെയും പ്രാണപ്രതിഷ്ഠാപനത്തിലൂടെയും നൽകുന്നത്. ആ ഒരു ഊർജവർദ്ധനവത്തിന് വേണ്ടിയിട്ട് ചില രീതിയിൽ സാധനയുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കേണ്ടി വരും. ദക്ഷിണാമൂർത്തിയുടെ മണ്ണില് എവിടാന്ന് ഞാൻ പറയുന്നില്ല, ദക്ഷിണാമൂർത്തിയുടെ മണ്ണിലായിരുന്നു കുറച്ച് നാളായിട്ട്. സത്യത്തെ അറിയുന്നത് എന്തുമാർക്കും പറയാം, എനിക്കും പറയാം, ആത്മജ്ഞാനവും സാക്ഷാത്കാരവും ദൈവവും ഒക്കെ. പക്ഷെ നിങ്ങളതിനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ യാഥാർത്ഥ്യത. ഒരു എനർജിയാണ് നിങ്ങളുടെ ജ്ഞാനമായി നിങ്ങളിൽ തിളങ്ങുന്നത്. അതാണ് നിങ്ങളുടെ സത്യം. ഉടനെ ബ്രാഹ്മി 21 ഡേയ്സ് വരും, മഹാശിവരാത്രിക്ക് ഈവൻസ് വരും, അഗ്നിയാഗമുണ്ട് 41 ദിവസത്തെ യോഗീശ്വരലിംഗ സന്നിധിയിൽ. അതിനെക്കുറിച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്യാൻ സമയമാകുമ്പോൾ അതും പോസ്റ്റ് ചെയ്യും. ഇതുവരെ ഒപ്പം നിൽക്കുന്ന ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയാം നിങ്ങൾ എന്നെ പല രീതിയിലും പല വേണ്ടപ്പെട്ടവർക്കും ഒരു പല രാജ്യങ്ങളിലായതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല എന്നും അറിയാം. ഇവിടെ തന്നെ ഉണ്ട്, വാട്സപ്പിലും വരും ഉടനെ. ഇപ്പം അടുത്ത ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ച് ദിവസം കൂടി ഉണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത്. അത് കഴിയുമ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും. എവിടെയും പറയാതെ പോയതല്ല, പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന്റെ. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 10-8 വർഷമായിട്ട് ഒരൊറ്റ പോക്കാണ്. അതേപോലെ ഇപ്പൊ കുറച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും അറിയാം, കുറച്ച് ശിഷ്യരുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, ഇതൊക്കെയുള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങളെ ആരെയും പറയാതെ പോയതല്ല, പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു. നിൽക്കുന്നിടത്താണെങ്കിലും പരിമിതി ഉണ്ടായിരുന്നു പലതും, അതൊക്കെ കൊണ്ടാണ്. നമസ്കാരം.